നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ഓവർ ഹൈപ്പ് നെഗറ്റീവായി എഫക്ട് ചെയ്ത ചില സിനിമകളെ പറ്റിയാണ്. ഓവർ ഹൈപ്പ് കയറിയിട്ടും മാസ് കാണിച്ച സിനിമകളുമുണ്ട്, അതും നമ്മൾ നോക്കുന്നുണ്ട്. ചില സിനിമകൾക്ക് മികച്ച ഡയറക്ടേഴ്സ് ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഹൈപ്പ് കയറും. ഇതുപോലെ തന്നെ ഫസ്റ്റ് പാർട്ട് മാസ് ആണെങ്കിൽ സെക്കൻഡ് പാർട്ടിനും എന്തായാലും ഹൈപ്പ് ഉണ്ടാവും. മറ്റു ചില സിനിമകൾ ഓട്ടോമാറ്റിക്കലി ഹൈപ്പ് കയറുന്നതല്ല, വെറുതെ ആവശ്യമില്ലാണ്ട് ഹൈപ്പ് കയറ്റി വിടുന്നതാണ്. ഒരു ഉദാഹരണം നമ്മുടെ അക്ഷയ് കുമാർ പോയി ഒരു സിനിമയിൽ അഭിനയിക്കും. നോർമൽ സ്ക്രിപ്റ്റ് ആണെങ്കിലും അക്ഷയ് കുമാർ തന്നെ ആവശ്യത്തിൽ കൂടുതൽ ഹൈപ്പ് കയറ്റി. ചിലപ്പോൾ സിനിമ ചെറിയൊരു ബോംബായി അങ്ങനെ പോകേണ്ട സിനിമയായിരിക്കാം. ഹൈപ്പ് കയറ്റി ചെറിയൊരു ബോംബ് ഒരു ന്യൂക്ലിയർ ബോംബാക്കി അവസാനം ഓപ്പൺ ഹൈമറായിട്ടാണ് അക്ഷയ് കുമാർ പൊതുവെ തിയേറ്ററിൽ നിന്ന് പോകുന്നത്. ഇതുപോലെ തന്നെയാണ് ടൈഗർ ഷെറൂഫ്. ഓൾറെഡി ടൈഗർ ഷെറൂഫ് ഒരു ജൂനിയർ ഓപ്പൺ ഹൈമറാണ്. ഇവർ രണ്ടുപേരും ഒന്നിച്ച സിനിമയാണ് ബഡേ മിയ ആൻഡ് ചോട്ടേ മിയ. ഈ ഒരു സിനിമയ്ക്ക് ഓൾറെഡി ഹൈപ്പ് ഉണ്ടായിരുന്നു, കാരണം ഇതിന്റെ ഡയറക്ടറാണ് സുൽത്താൻ ടൈഗർ സിന്ദാഹൈ തുടങ്ങിയ വലിയ സിനിമകൾ എടുത്തു. ആ ഒരു ഹൈപ്പ് ഒന്നും പോരാന്ന് പറഞ്ഞുകൊണ്ട് ഇവർ രണ്ടുപേരും കൂടി ഓവർ ഹൈപ്പ് കയറ്റി. ഓൾറെഡി ഈ ഒരു സിനിമയിൽ രണ്ട് ഹെയ്മേഴ്സ് ഉണ്ട്, ഒന്ന് ബഡേ ഹൈമർ, മറ്റൊന്ന് ചോട്ടേ ഹൈമർ. ഇവർ രണ്ടുപേരും ഒന്നിച്ചത് കൊണ്ടാണോ എന്നറിയില്ല, ഒരു മികച്ച ഡയറക്ടർ ആണെങ്കിൽ ആരും പ്രതീക്ഷിക്കാതെ ഡയറക്ടറും ഈ ഒരു സിനിമയിൽ ഒരു ഓപ്പൺ ഹൈമറായി മാറുകയായിരുന്നു. പടം കണ്ട ആളുകൾ എന്തോ ഒരു വയസ്സിന് ചത്തില്ല. സിനിമയുടെ പ്രൊഡ്യൂസർ കമ്പനിയുടെ പകുതി വിറ്റിട്ടായിരുന്നു ഈ ഒരു നഷ്ടം നികത്തിയത്. ഇതുപോലെ മലയാളത്തിലെ ഒരു സിനിമയാണ് ഒടിയൻ സിനിമ. ഓവർ ഹൈപ്പിന് ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഒടിയൻ സിനിമ. ഒടിയൻ സിനിമ ഒരു നോർമൽ സിനിമയാണ്. ഈ ഒരു സിനിമയെ ആവശ്യമില്ലാതെ ഓവർ ഹൈപ്പ് കയറി, അതും ഡയറക്ടർ തന്നെ ഓവർ ഹൈപ്പ് കയറി ഈ ഒരു സിനിമയ്ക്ക് ഒരു നെഗറ്റീവ് റെസ്പോൺസ് ആയിരുന്നു. നെഗറ്റീവ് ആണെങ്കിലും പടം 60 കോടിക്കടുത്ത് കാഴ്ച നേടിയ സിനിമയാണ്. ഡയറക്ടറിന് തെറി കേൾക്കേണ്ടി വന്നെങ്കിലും ഫസ്റ്റ് ഷോ കഴിഞ്ഞ് തിയേറ്ററിന്റെ ബാക്ക് ഡോർ വഴി ഒരു പക്ഷേ ഇറങ്ങി ഓടിയിട്ടും ഉണ്ടാകും, എങ്കിലും സിനിമയ്ക്ക് കളക്ഷൻ നേടാൻ കഴിയും. ഇങ്ങനെ ഓവർ ഹൈപ്പ് സിനിമയ്ക്ക് നെഗറ്റീവ് ആണെങ്കിലും റയറായി കളക്ഷനിൽ പോസിറ്റീവ് ആവും. ലിസ്റ്റിലായിട്ടത് ദേവര എന്ന സിനിമയാണ്. RRRന് ശേഷം ജൂനിയർ NTR ആണെങ്കിലും രാം ചരൺ ആണെങ്കിലും പാൻ ഇന്ത്യൻ സ്റ്റാർ. ഇതുകൊണ്ട് തന്നെ NTRന്റെ നെക്സ്റ്റ് മൂവി ആയതുകൊണ്ട് സിനിമയ്ക്ക് വലിയൊരു ഹൈപ്പ് ഉണ്ടായിരുന്നു. പാൻ ഇന്ത്യൻ ലെവലിലാണ് ഈ ഒരു സിനിമ പ്രൊമോട്ട് ചെയ്തത്. അതും നെക്സ്റ്റ് ബാഹുബലി എന്ന് പറഞ്ഞു. സിനിമ ഹിറ്റ് ആണെങ്കിലും ഇവർ പ്രതീക്ഷിച്ചത്ര വലിയൊരു വിജയം നേടിയില്ല. 300 കോടി ബഡ്ജറ്റിൽ വന്ന് 500 കോടി കളിച്ചു നേടി നെക്സ്റ്റ് ബാഹുബലി. ഇതുകൊണ്ട് ഡയറക്ടർ എന്താണ് ഉദ്ദേശിച്ചതെന്ന് സിനിമയുടെ ക്ലൈമാക്സ് കണ്ടാൽ നമുക്ക് മനസ്സിലാവും. ഒരു പാരലൽ യൂണിവേഴ്സിൽ നടക്കുന്ന ബാഹുബലിയുടെ സെയിം ക്ലൈമാക്സ്. എന്തായാലും ദേവര 2 വരുന്നു. അടുത്ത സിനിമയാണ് രാം ചരന്റെ ഗെയിം ചേഞ്ചർ. വലിയ ബോംബ് സിനിമകൾ എടുത്ത് ഡൗണിൽ നിൽക്കുമ്പോഴും ശങ്കറിന്റെ ഈ ഒരു സിനിമയ്ക്ക് വലിയൊരു ഹൈപ്പ് ഉണ്ടായിരുന്നു. മറ്റൊന്നും കൊണ്ടല്ല, ഈ ഒരു സിനിമയുടെ സ്ക്രിപ്റ്റ് റൈറ്റർ കാർത്തിക് സുബ്രാജൻ. എല്ലാരും കരുതിയത് ശങ്കറിന്റെ ഒരു മാസ് കംബാക്ക് ആണ്. എന്നാൽ ഈ ഒരു സിനിമ ഒരു ഗോബാക്ക് ആയിരുന്നു. 400 കോടിക്ക് മേൽ ഈ ഒരു സിനിമയ്ക്ക് ബഡ്ജറ്റ് ഉണ്ടായിരുന്നു. 150 കോടിയിൽ താഴെയാണ് ഈ ഒരു സിനിമ കളക്ഷൻ നേടിയത്. അടുത്ത സിനിമയാണ് ലൈഗർ എന്ന സിനിമ. വിജയ് ദേവർകൊണ്ടയുടെ ആദ്യത്തെ ഒരു ബിഗ് ബഡ്ജറ്റ് സിനിമ ആയതുകൊണ്ട് ഈ ഒരു സിനിമയ്ക്ക് വളരെ വലിയൊരു ഹൈപ്പ് ഉണ്ടായിരുന്നു. മാത്രവുമല്ല, ഈ ഒരു സിനിമയിൽ മൈക്ക് ടൈസൺ വരുന്നുണ്ടെന്നും ഫൈറ്റ് കൊറിയോഗ്രാഫർ ജാക്കി ചാന്റെ ടീമിലുള്ള ഒരു വ്യക്തിയാണെന്നും പറഞ്ഞുകൊണ്ട് വളരെ വലിയൊരു ഹൈപ്പ് കയറി. പക്ഷേ സിനിമയാണെങ്കിൽ തുടക്കത്തിന്റെ തിയേറ്ററിൽ നിന്നിറങ്ങി ഓടേണ്ട തരത്തിലുള്ള വളരെ വലിയൊരു ബോംബ്. 120 കോടി ബഡ്ജറ്റിൽ വന്ന് 60 കോടിയാണ് കളക്ഷൻ നേടിയത്. അടുത്ത സിനിമയാണ് മലയാളത്തിലെ കിങ് ഓഫ് കൊത്ത എന്ന സിനിമ. ഇതും ഒരു പാൻ ഇന്ത്യ സിനിമയായിരുന്നു. ഈ ഒരു സിനിമയ്ക്കും വളരെ വലിയൊരു ഹൈപ്പ് ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു സിനിമ പാൻ ഇന്ത്യൻ ബോംബായി. പിന്നീട് ദുൽഖർ മലയാളത്തിൽ അങ്ങനെ വന്നിട്ടില്ല. അടുത്ത സിനിമയാണ് മലൈക്കോട്ടെ വാലിബൻ എന്ന സിനിമ. ഈ ഒരു സിനിമ ഒരു നോർമൽ പടമാണ്. ആവശ്യമില്ലാതെ തിയേറ്റർ കുലുങ്ങുന്ന ഒരു മാസ പടമാണെന്നെല്ലാം പറഞ്ഞ് വെറുതെ ഹൈപ്പ് കയറി. പോസ്റ്റർ കണ്ടാലും ഒരു മാസ പടമാണെന്ന് ആളുകൾ തെറ്റിദ്ധരിക്കുക. ഈ ഒരു സിനിമ നല്ല രീതിയിൽ പവറപ്പായി വന്നതാണ്. അപ്പോഴേക്കും പടം കഴിയും. അടുത്ത സിനിമയാണ് മാമാങ്കം എന്ന സിനിമ. എല്ലാരും കരുതിയത് ഇത് മമ്മൂക്കയുടെ മറ്റൊരു പഴശ്ശിരാജയാണെന്ന്. പക്ഷേ ഈ ഒരു സിനിമയിൽ മമ്മൂക്കയ്ക്ക് ഗസ്റ്റ് റോളായിരുന്നു. മാത്രവുമല്ല, മാസ് പ്രതീക്ഷിച്ചവർ വളരെ വ്യത്യസ്തമായ പല സീനുകളാണ് ഈ ഒരു സിനിമയിൽ കാണാൻ സാധിച്ചത്. അടുത്ത സിനിമയാണ് മരക്കാർ അറബിക്കടലിന്റെ സിംഹം എന്ന സിനിമ. ഈ ഒരു സിനിമയ്ക്കും വളരെ വലിയൊരു ഹൈപ്പ് ഉണ്ടായിരുന്നു. കാരണം മലയാളത്തിലെ തന്നെ ഒരു ബിഗ് ബഡ്ജറ്റ് സിനിമയായിരുന്നു. പ്രിയദർശനായിരുന്നു ഈ ഒരു സിനിമയുടെ ഡയറക്ടർ. പല സീനുകളും ബ്രേവ് ഹാർട്ട് എന്ന വേൾഡ് ഫേമസ് സിനിമയിൽ നിന്ന് കോപ്പി അടിച്ചു തരും. സിനിമ ബോംബായപ്പോൾ ഡയറക്ടർ തന്നെ പറഞ്ഞു ആ ഒരു പടം അങ്ങ് മറന്നേക്കാൻ. അടുത്ത സിനിമയാണ് സാഹോ എന്ന സിനിമ. ബാഹുബലിക്ക് ശേഷം പ്രഭാസിന്റെ നെക്സ്റ്റ് മൂവി ആയതുകൊണ്ട് ഈ ഒരു സിനിമയ്ക്കും വളരെ വലിയൊരു ഹൈപ്പ് ഉണ്ടായിരുന്നു. ഈ ഒരു സിനിമ കളക്ഷൻ നേടിയെങ്കിലും
പ്രതീക്ഷിച്ചത്ര വിജയം നേടി. അടുത്ത സിനിമയാണ് തങ്കലാൻ എന്ന സിനിമ. കാല, സർപ്പാട്ട പരമ്പര തുടങ്ങിയ സിനിമകളെല്ലാം എടുത്ത സെയിം ഡയറക്ടറായിരുന്നു ഈ ഒരു സിനിമയും എടുത്തത്. ട്രെയിലർ കണ്ടപ്പോൾ ആളുകൾ കരുതിയത് ഇതൊരു ട്രൈബൽ ക്ലാഷ് സിനിമയാണെന്ന്. പക്ഷെ ഇതൊരു നോർമൽ അവാർഡ് ഫിലിം പോലെയുള്ള ആ ഒരു ടൈപ്പ് സിനിമയായിരുന്നു. പ്രതീക്ഷിച്ചത്ര വിജയം നേടി. അടുത്ത സിനിമയാണ് സലാർ എന്ന സിനിമ. KGF-ന് ശേഷം പ്രശാന്ത് നീലിന്റെ നെക്സ്റ്റ് മൂവി ആയതുകൊണ്ട് ഈ ഒരു സിനിമയ്ക്കും വലിയൊരു ഹൈപ്പ് ഉണ്ടായിരുന്നു. ഈ ഒരു സിനിമ വലിയൊരു കളക്ഷൻ നേടിയെങ്കിലും പകുതി ആളുകൾക്കും അത്ര ഇഷ്ടപ്പെട്ടില്ല. വലിയൊരു കളക്ഷൻ നേടിയത് KGF-ന്റെ ഹൈപ്പ് കൊണ്ടും പ്രഭാസ് ഉള്ളത് കൊണ്ടുമായിരുന്നു. സിനിമ നോക്കിയാൽ എവിടെയൊക്കെയോ ചില തകരാറുണ്ട്. ഒന്നാമത്തെ കാര്യം 3 മണിക്കൂറിനടുത്ത് റൺ ടൈം ഉള്ള സിനിമയാണ്. വെറും 2.5 മിനിറ്റ് മാത്രമേ പ്രഭാസിന് ഡയലോഗ് ഉള്ളൂ. പ്രഭാസ് എന്തെങ്കിലും ഡയലോഗ്സ് പറഞ്ഞിരുന്നെങ്കിൽ സിനിമ പിന്നെയും പോസിറ്റീവായ. പ്രഭാസിന്റെ ക്യാരക്ടർ നോക്കിയാൽ വളരെ വ്യത്യസ്തമായ ഒരു ക്യാരക്ടറാണ്. ഡയലോഗ് ഇല്ല. 5 മണിക്ക് വീട്ടിൽ കയറി. ചോറിലാണെങ്കിൽ മുളക് പൊടി വിതറിയാണ് തിന്നിരുന്നത്. എത്ര വലിയ ദിനോസറാണെങ്കിൽ ഇത്രയും മുളക് പൊടി ഇട്ടാൽ ഒരു ഡ്രാഗൻ ആവേണ്ടതാണ്. പക്ഷേ ഈ ഒരു ക്യാരക്ടറിന് ഒരു എക്സ്പ്രഷനും ഇല്ല. സിനിമയുടെ കളർ ഗ്രേഡിംഗ് നോക്കിയാൽ ഒരു ഡാർക്കിഷ് ടോൺ ആണ്. ഇതിന് പല ട്രോളുകളും വന്നിരുന്നു. KGF-ൽ ഗോൾഡ് മൈനാണ്, ഇതിനകത്ത് പോൾ മൈനാണ്. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ടോർച്ചും കൊണ്ട് പോകണം. ഈ ഒരു ക്യാരക്ടറിന്റെ ഹസ്ബൻഡ് വില്ലനാണെന്നുള്ള കാര്യം ഹസ്ബൻഡിന്റെ പുറം നോക്കിയാൽ മനസ്സിലായ. കാരണം എനിമീസിന്റെ ടാറ്റു പുറത്തടിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ ഈ ഒരു ടാറ്റു വൈഫ് കണ്ടിട്ട് പോലുമില്ല. അവർക്ക് തന്നെ ടോർച്ച് വേണ്ട ഗതികളാണ്. അടുത്ത സിനിമയാണ് കങ്കുവ എന്ന സിനിമ. ഈ ഒരു സിനിമയുടെ പോസ്റ്ററും ട്രെയിലറും എല്ലാം തന്നെ വളരെ വലിയൊരു ഹൈപ്പ് കയറ്റി. പോരാത്തതിന് ഡയറക്ടർ ആണെങ്കിൽ അടുത്ത 1000 കോടി എന്നൊക്കെയാണ് പറഞ്ഞത്. എല്ലാരും കരുതിയത് ഇതൊരു മാസ് ട്രൈബൽ വാർ സിനിമയാണെന്നാണ്. വില്ലനായി വരുന്നത് ബോബി ഡിയോൾ. തമിഴ് സിനിമയുടെ ബാഹുബലി എന്നാണ് ഡയറക്ടർ ഈ ഒരു സിനിമയെ പറ്റി പറഞ്ഞത്. ഫസ്റ്റ് പാർട്ടിന്റെ ഒപ്പം അറിയാതെ ആര് വേണമെങ്കിലും ക്ലാഷ് വെക്കും. പക്ഷേ സെക്കൻഡ് പാർട്ട് ഒരൊറ്റൊരുത്തരും ക്ലാഷ് വെക്കില്ലെന്നാണ് പറഞ്ഞത്. 1000 കോടിയല്ല 2000 കോടിയാണ് എക്സ്പെക്ട് ചെയ്യുന്നതെന്നും അത് ഉറപ്പായി നേടുമെന്നാണ് പറഞ്ഞത്. ഓഡിയോ ലോഞ്ചിൽ തന്നെ സക്സസ് മീറ്റിന്റെ ഡേറ്റ് വരെ ശിവ പറഞ്ഞിരുന്നു. പടം ഒന്ന് ഇറങ്ങിയിട്ട് പോലും സൂര്യാണ് ഓരോ പടത്തിനെയും പൊതുവെ ഓവറായി ഹൈപ്പ് കൊടുക്കാറുണ്ട്. പക്ഷെ ഈ ഒരു സിനിമയ്ക്ക് എല്ലാരെയും ഞെട്ടിച്ചുകൊണ്ട് ശിവയേക്കാൾ വലിയതാണ് സൂര്യണ്ണനാണ് പറഞ്ഞത്. എനി ഡയറക്ടേഴ്സ്, എനി ക്രിയേറ്റേഴ്സ് ഇൻ ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രി ഈ ഒരു പടം വായ പൊളന്ത് പാക്കലാമെന്ന്. സിനിമ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ വളരെ വലിയൊരു ബോംബായി. 350 കോടി പഠിച്ചല്ലോ 100 കോടിക്കടുത്താണ് കളക്ഷൻ നേടിയത്. പ്രൊഡ്യൂസർ വാപൊടിച്ചിരിക്കേണ്ടി വന്നു. ശിവയുടെ ഓവർ ഹൈപ്പായിരുന്നു ഈ ഒരു സിനിമ ഇത്രയും ഫ്ലോപ്പ് ആവാൻ കാരണം. അടുത്ത സിനിമയാണ് ആദിപുരുഷ് സിനിമ. ട്രെയിലർ വരുന്നത് വരെ ആദിപുരുഷന് വളരെ വലിയൊരു ഹൈപ്പായിരുന്നു. വളരെ തിരക്കായിരിക്കും, ഒരു സീറ്റെങ്കിലും ഹനുമാൻജി കോച്ചിടണം എന്ന് പറഞ്ഞതും ഈ ഒരു ഡയറക്ടറാണ്. ട്രെയിലർ വന്നേ പിന്നെ ആളുകൾക്ക് മനസ്സിലായി ഇതൊരു ബോംബാണ്. പടം ഇറങ്ങിക്കഴിഞ്ഞ് സിനിമ വളരെ വലിയൊരു ബോംബായി. പിന്നീട് ഇദ്ദേഹത്തെ ആരും കണ്ടെത്തി. അടുത്തത് നമ്മുടെ എമ്പുരാൻ സിനിമയാണ്. എമ്പുരാൻ ഒരിക്കലും ഈ ലിസ്റ്റിൽ കണ്ട മറ്റു സിനിമ പോലെയല്ല, മികച്ച സിനിമയാണ്. പക്ഷെ ഓവർ ഹൈപ്പ് ഈ ഒരു സിനിമയെ നിലവിൽ എഫക്ട് ചെയ്തു. വലിയൊരു പോസിറ്റീവ് ആവേണ്ടത് ആവറേജ് ആവാൻ കാരണം പലരും കരുതിയത് ഒരു മാസ് വില്ലനും നായകനും തമ്മിലുള്ള ഗ്യാങ്സ്റ്റർ വാർ സിനിമയാണെന്ന്. ഓവർ എക്സ്പെക്ടേഷൻ ഈ ഒരു സിനിമയെ എഫക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അപ്പോഴും മികച്ചൊരു സിനിമയാണ്. ഇനി നമുക്ക് ഓവർ ഹൈപ്പിലും പോസിറ്റീവ് റെസ്പോൺസ് കിട്ടിയ ചില സിനിമകൾ നോക്കാം. ആദ്യത്തേത് ബാഹുബലി സിനിമയാണ്. ഓവർ ഹൈപ്പാണെങ്കിലും പോസിറ്റീവ് ആവുകയും ബാഹുബലി 2 വലിയൊരു വിജയം നേടി. രണ്ടാമത്തേത് KGF സിനിമയാണ്. ഓവർ ഹൈപ്പിലും സെക്കൻഡ് പാർട്ട് പോസിറ്റീവ് നേടി. അടുത്ത സിനിമയാണ് RRR സിനിമ. വലിയൊരു ഹൈപ്പിലും ഇന്ത്യക്ക് അകത്തും പുറത്തും പോസിറ്റീവ് നേടി.